ദേശീയതലത്തിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ വാർത്തയിലേക്കാണ്. തമിഴ്നാട്ടിൽ ബി.ജെ.പി. അണ്ണാ ഡി.എം.കെ സഖ്യം രൂപീകരിക്കപ്പെടുന്നു. വീണ്ടും അണ്ണാ ഡി.എം.കെയുമായി സഖ്യം പ്രഖ്യാപിച്ച് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇപ്പോൾ വാർത്താ സമ്മേളനം നടത്തുകയാണ്. चुनाव से पहले एडीएमके के साथ आपका हुआ गठबंधन हुआ है, ये कितना स्थायी होगा, इस पर संशय उठा रहे हैं वो लोग। देर इसीलिए लगी है कि गठबंधन अब परमानेंट रहने वाला है, इसमें कभी कोई दिक्कत नहीं आएगी. இங்க கூட்டணியில ஏன் தாமதம்ங்கிறீங்க? கூட்டணி மிக உறுதியான கூட்டணியாக அமைந்திருக்கிறது. இதில் எந்தவித மாறுபாடும் குழப்பமும் ஏதும் இருக்காது. உறுதியான கூட்டணியாக தேர்தலை நாங்கள் சந்திப்போம். സഖ്യം പ്രഖ്യാപിക്കുകയാണ് അമിത്ഷാ. തമിഴ്നാട്ടിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തമിഴ്നാട്ടിൽ ബി.ജെ.പി. അണ്ണാ ഡി.എം.കെ സഖ്യ രൂപീകരണം, ആ പ്രഖ്യാപനമാണ് അമിത്ഷാ ഇപ്പോൾ നടത്തിയത്. എടപ്പാടി പളനിസ്വാമിയുടെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പിനെ നേരിടും എന്ന സുപ്രധാനമായ പ്രഖ്യാപനമാണ് ഉണ്ടാകുന്നത്. തമിഴ്നാട്ടിൽ എൻ.ഡി.എ സഖ്യം സർക്കാർ രൂപീകരിക്കുമെന്നുള്ളതാണ് അമിത്ഷാ പറയുന്നത്. സീറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പിന്നീടാണ് തീരുമാനിക്കുക. കെ.ബി. ശ്രീധരൻ വിവരങ്ങളുമായി. ശ്രീധരൻ, 2024 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു. അതിനിടയിലാണ് വീണ്ടും ബി.ജെ.പിക്ക് ഒപ്പം ചേരാമെന്നൊരു നിലപാടിലേക്ക് അണ്ണാ ഡി.എം.കെ എത്തുന്നത്. എടപ്പാടി പളനിസ്വാമി കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ ചർച്ചയ്ക്ക് പിന്നാലെ അത്തരം ചില സൂചനകൾ ഉണ്ടായിരുന്നു. തമിഴ്നാട്ടിലെ ബി.ജെ.പി. അധ്യക്ഷയെ മാറ്റുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലെ വാർത്തകളും വന്നിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ സഖ്യം പ്രഖ്യാപിക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട് അമിത്ഷാ? ഏതായാലും ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും എൻ.ഡി.എ പാളയത്തിലേക്ക് തിരിച്ചെത്തുകയാണ് അണ്ണാ ഡി.എം.കെ. ഏതായാലും മുൻപുണ്ടായിരുന്ന പ്രശ്നങ്ങൾ അതെല്ലാം പറഞ്ഞു തീർത്തുകൊണ്ട്, പ്രത്യേകിച്ച് ഏറ്റവും തടസ്സം നിന്നിരുന്നത് അണ്ണാ ഡി.എം.കെയും അതുപോലെ തന്നെ ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷനായ കെ അണ്ണാമലയും തമ്മിലായിരുന്നു. അദ്ദേഹത്തിന്റെ ചില പ്രതികരണങ്ങളാണ് മുൻപ് സഖ്യത്തിന്റെ തകർച്ചയ്ക്ക് വഴിമരുന്നിട്ടത്. ഏതായാലും ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചു. ഇനി സഖ്യമായി മുന്നോട്ട് പോകും എന്നുള്ളതാണ് ഇപ്പോൾ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും അതുപോലെ തന്നെ എ.ഡി.എം.കെ നേതാവ് എടപ്പാടി പളനിസ്വാമിയും പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഏതായാലും മോദിയും ഇ.പി.എസ്. എടപ്പാടി പളനിസ്വാമിയും ചേർന്ന് 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പാർട്ടിയെ തിരഞ്ഞെടുപ്പിൽ നയിക്കും എന്നുള്ളതാണ് പറയുന്നത്, പ്രഖ്യാപിച്ചിരിക്കുന്നത്. സീറ്റ് ഷെയറിംഗ് ഒക്കെ ഉൾപ്പെടെയുള്ള കാര്യത്തിൽ പിന്നീട് ഒരു ചർച്ചകളൊക്കെ നടത്തി മുന്നോട്ട് പോകും. ഏതായാലും 1998 വരെയൊക്കെ അണ്ണാ ഡി.എം.കെയും ബി.ജെ.പിയും ഒക്കെ കൂട്ടുകെട്ട് തമിഴ്നാട്ടിലുണ്ടായിരുന്നു. അതിനുശേഷം ചെറിയ ഇടവേള വന്നു. പിന്നീട് വീണ്ടും 2014 ശേഷം വീണ്ടും സഖ്യത്തിലേക്ക് ഇവർ പോവുകയായിരുന്നു. നിലവിൽ കഴിഞ്ഞ 2 വർഷമായി അണ്ണാ ഡി.എം.കെ, അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് തൊട്ടു മുൻപാണ് അണ്ണാ ഡി.എം.കെ എൻ.ഡി.എ സഖ്യം വിട്ട് പുറത്തു പോകുന്നത്. അന്ന് ജയലളിതയ്ക്കെതിരെ കെ അണ്ണാമലൈ നടത്തിയ ചില പരാമർശങ്ങൾ സഖ്യത്തിന് വലിയ വിള്ളലുണ്ടാക്കിയിരുന്നു. പിന്നീട് തനിച്ച് മത്സരിക്കുന്ന നിലയിലേക്ക് ബി.ജെ.പി പോവുകയും ചെയ്തു. അണ്ണാമലയുടെ ഭാവി എന്താണ്? തമിഴ്നാട്ടിൽ വലിയ തോതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ബി.ജെ.പി അവിടുത്തെ സംസ്ഥാന അധ്യക്ഷനെ ദേശീയതലത്തിൽ തന്നെ ഉയർത്തി കാണിക്കുന്നു. തെരഞ്ഞെടുപ്പിന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേതൃത്വം നൽകാൻ നിയോഗിക്കുകയുമൊക്കെ ചെയ്തത് നമ്മൾ കണ്ടതാണ്. കോയമ്പത്തൂർ മത്സരിച്ചുമൊക്കെ കണ്ടതാണ്. അദ്ദേഹത്തിന്റെ ഭാവി എന്താണ്? പുതിയ പ്രസിഡന്റുമായി ബന്ധപ്പെട്ട വാർത്തകളും വരുന്നുണ്ടല്ലോ. അത് എ.ഡി.എം.കെയെ നിശ്ചിതമായി വിമർശിച്ചതിന്റെ തുടർച്ചയായി എ.ഡി.എം.കെയുടെ ആവശ്യപ്രകാരമാണോ ഇപ്പോൾ തമിഴ്നാട്ടിലെ ബി.ജെ.പിയുടെ തലപ്പത്ത് തന്നെ അഴിച്ചുപണിയും ഉണ്ടാകാൻ പോകുന്നത്? അങ്ങനെ പറയാൻ വയ്യ മുഴുവനായിട്ടും. എന്നാൽ പോലും ഒരു അപസ്വരം നേതൃത്വത്തിൽ ഉണ്ടാവരുത്, മുന്നണി നേതൃത്വത്തിൽ ഉണ്ടാവരുത് എന്നുള്ള ഒരു മുൻകരുതൽ തീർച്ചയായിട്ടും ബി.ജെ.പിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നുമുണ്ട്. അണ്ണാമലൈ സംസ്ഥാന അധ്യക്ഷനായിട്ട് ഇപ്പോൾ 4 വർഷം തികയാണ്. 2021 അദ്ദേഹം സംസ്ഥാന അധ്യക്ഷനാവുന്നത്. ഏതായാലും അതിന് പിന്നാലെ പുതിയ അധ്യക്ഷനെ ഇപ്പോൾ കണ്ടെത്തുന്ന രീതിയിലേക്ക് പോകുന്നു. നിലവിൽ ഇന്ന് വൈകിട്ടോട് കൂടി സംസ്ഥാന അധ്യക്ഷന്റെ സ്ഥാനത്തേക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയം അവസാനിക്കും. സ്വാഭാവികമായിട്ടും എം.എൽ.എ കൂടിയായിട്ടുള്ള നാഗേന്ദ്രൻ സംസ്ഥാന അധ്യക്ഷനാകും എന്നുള്ള ഒരു സൂചനകളാണ് പുറത്തു വരുന്നത്. ഇന്നത്തെ സമ്മേളനത്തിൽ കഴിഞ്ഞ ദിവസം കന്യാകുമാരിയിൽ രാമേശ്വരത്ത് പാമ്പൻ പാലത്തിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട സമ്മേളനത്തിൽ നാഗേന്ദ്രൻ മോഡിയോടൊപ്പം വേദിയിലുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഇന്നത്തെ സമ്മേളനത്തിൽ പിന്നിൽ വെച്ചിരിക്കുന്ന ഫ്ലെക്സ് ബോർഡിൽ അദ്ദേഹത്തിന്റെ ചിത്രമൊക്കെ ഉൾപ്പെട്ടിരുന്നു. ഏതായാലും ശരി ശ്രീധരൻ, തമിഴ്നാട്ടിൽ ബി.ജെ.പി അണ്ണാ ഡി.എം.കെ സഖ്യമുണ്ടായിരിക്കുകയാണ്. അണ്ണാ ഡി.എം.കെയുമായി സഖ്യം ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രഖ്യാപിച്ചിരിക്കുകയാണ്.